ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഈദ് സ്പെഷ്യൽ റെസിപ്പി വീഡിയോയാണ്. ബിരിയാണിയും നെയ്ച്ചോറും ഒന്നും അല്ലാതെ ഇത്തവണ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അഫ്ഗാനി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു പാനിലേക്ക് ഞാൻ ഒരു 50 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് പട്ട, ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത് ഇത്രയും നമുക്കൊന്ന് ചേർത്ത് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലേക്ക് ജോയിൻ ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി ഇതിലേക്ക് ഒരു 3 സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 സവാള അത്യാവശ്യം വലിപ്പമുള്ളത് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറാണ് നമ്മളുടെ ഈ പുലാവിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വളരെ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഈ ഒരു കളറാക്കി എടുക്കണം. ഇതാണ് ഈ പുലാവിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് നിർബന്ധമായിട്ടും കരിയാതെ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മസാലകളുടെ ഒന്നും അതിപ്രസരമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. 1 കിലോ ചിക്കൻ പീസസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ചിക്കൻ്റെ കളർ ഒന്ന് മാറി ഒരു വൈറ്റ് കളർ ആകുന്നത് വരെ നമുക്കിതിനെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ പെരുന്നാളിന് എളുപ്പത്തിൽ ചെയ്ത് പണി ഒതുക്കിയിട്ട് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിന് വെള്ളം എടുത്ത് പച്ചവെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമല്ല. ചിക്കന് വേവ് കുറവാണ്, അപ്പോൾ ചിക്കൻ വേഗം വെന്ത് കിട്ടും. ചിക്കൻ നമ്മളുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഇതുപോലെ ഓരോ പീസായിട്ട് എടുത്ത് നമുക്കൊന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചിക്കൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 കിലോ ജീരകശാല റൈസ് കഴുകി ഊറ്റി വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ റൈസിന് വേണ്ട ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതേസമയം നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു 50 ഗ്രാം നെയ്യും അതുപോലെ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മളുടെ ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റൈസ് ജീരകശാല റൈസ് ആണെങ്കിലും ബസ്മതി റൈസ് ആണെങ്കിലും 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ റൈസ് ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് മീഡിയത്തിൽ നിന്നും ഒരല്പം മുകളിലാക്കി വെച്ച് ഒന്നുകൂടെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതേസമയം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും 1 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ബദാം ഉണ്ടെങ്കിൽ ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ റൈസ് ഇവിടെ ഏകദേശം ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് കുറച്ച് സമയത്തിൽ നിങ്ങൾക്കിതിനെ വേഗം തന്നെ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരുന്ന നമ്മളുടെ ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സിം ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അഫ്ഗാനി ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഈ പെരുന്നാളിന് ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഞാൻ മസ്റ്റ് ട്രൈ ആണെന്ന് പറയും. കാരണം കുറച്ച് സമയം മസാലയുടെ അതിപ്രസരമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി നല്ലൊരു മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിൻ്റെ പെരുന്നാൾ ആശംസകൾ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.